ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ വ്ളോഗ് എടുക്കണ മാതിരി സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. നല്ല കാറ്റും തണുപ്പുമാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ റോഡ് വേസ് അവിടെ കാണുന്നമായി. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയ ചെറിയ നടപ്പാതകൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വ്യൂ പോയിന്റ് തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോബിൻ ഹുഡ്സ് ബേൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള അതിൻ്റെ ക്ലിഫിൻ്റെ മുകളിലോട്ടുള്ള വാക്ക് വേ കൂടി നടന്നതാണ്. നമുക്കിപ്പോൾ താഴെ അവിടെ ആയിട്ട് റോബിൻ ഹുഡ്സ് ബേ ടൗൺ ചെറുതായിട്ട് കാണാം. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമുക്കിങ്ങനെ കടൽ കാണാം. ശരിക്കും കണ്ടോ, കടലിപ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് ചെറുതായിട്ട് വലിയുണ്ട് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കടൽ അങ്ങ് ഉള്ളിലോട്ട് പോയിട്ട് ഏറെക്കുറെ ഇവിടെ ആയിരുന്നു കടൽ. ഇവിടെയൊക്കെ നമുക്ക് നടക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും കടലൊക്കെ അവിടെ ഹൈറ്റൈഡ് ആകുമ്പോൾ വരുന്നതാണ്. ഈ വാക്ക് വേ നേരെ പോയിട്ട് ആ മല കണ്ട, ആ മലേൻ്റെ മുകളിൽ കൂടിയൊക്കെ പോണ വാക്ക് വേ, അവിടെ ഒരു ഹോട്ടലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ സ്ഥലത്ത് കൂടി നടക്കുന്ന ടീംസ് കുറേ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ യോർക്ക്ഷയർ കോസ്റ്റൽ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്ത് വേ ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നല്ല കാറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു വാക്ക് വേ ആണിത്. ഇവിടുന്ന് നടന്ന് നമുക്കിതാ ആ ഒരു മലേൻ്റെ മുകളിൽ കൂടിയൊക്കെ അങ്ങനെ പാസ് ചെയ്തിട്ട് സ്കാർബറോ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വരെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സമ്മർ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ചെറിയ തണുപ്പും ഒക്കെ അങ്ങനെ കയറും. അല്ലെങ്കിൽ നല്ല സമ്മറിൽ നല്ല കിട്ടിലായിട്ട് നടക്കാൻ പറ്റും. സൂര്യകാന്തി അപ്പോൾ നല്ല ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ് ആട്ടോ അവിടെ. കണ്ടോ, ഫുള്ള് പുൽമേടുകൾ നമുക്ക് ദൂരെ വരെ കാണാം. അവിടെ ദൂരെ കണ്ടാൽ മല ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് വേൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ റോബിൻ ഹുഡ്സ് ബേ ടൗൺ കാണാം. ഷിജിക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നിലത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഡ്രോണൊക്കെ പറത്തിയാണ്ടുള്ള ഫുട്ടേജ് എടുത്താലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് പറത്തി വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഡ്രോണൊക്കെ പറത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഈ ഇങ്ങനെ കര പൊന്തി വരുന്ന പാറക്കഷ്ണങ്ങൾ കടൽ മെല്ലെ ബാക്കിലോട്ട് വലിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മാതിരി ഇത് ഇനി നല്ലോണം ബാക്കിലോട്ട് വലിഞ്ഞിട്ട് ഇവിടെ വരെ കരയായിരിക്കും. ഈ ഭാഗത്തൊക്കെ കരയായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇനിയിപ്പോൾ ലോട്ടായിട്ട് ആവാൻ ചിലപ്പോൾ ഇനിയും കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇരുട്ടാവുന്നത് കൊണ്ട് നമ്മൾ മെല്ലെ തിരിച്ച് നടക്കാൻ പോവുകയാണ്. നമ്മളെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിൽ എവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് തിരിച്ച് യോർക്കിലോട്ട് വിടും. നമ്മൾ വരും നേരത്തെ വന്നപ്പോൾ കടൽ ഇതാ ഇവിടെ വരുന്നു. ഇപ്പോൾ കണ്ട കടൽ ഫുള്ള് ഇറങ്ങി ഇവിടെയൊക്കെ കര പൊന്തി വന്ന് കടൽ അതാ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം കൂടി കഴിഞ്ഞാൽ നല്ല ബാക്കൊക്കെ ഇറങ്ങും. ആ തിരമാലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമല്ലേ അവിടെ കടലുണ്ടാവുള്ളൂ. അതുവരെ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി പോവാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക ചെറിയ ചെറിയ മീനുകളൊക്കെ ഇനി ഇവിടെ അങ്ങനെ പൊന്തി വരും. അതിനൊക്കെ പിടിക്കുക. അങ്ങനെയൊക്കെ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യും സമ്മറൊക്കെ ആകുമ്പോൾ. ശരിക്കും ഫുള്ള് വേലിയേറ്റ് നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഷിജുവൊക്കെ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, അവിടെ ഒക്കെ കടലുണ്ടാവും. എന്നുവെച്ചാൽ അവിടെ ഒരു 2 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നു ഞാൻ നിൽക്കണോടത്ത് നിന്ന്. 2-2.5 മീറ്റർ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കടലില്ല. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി. കണ്ട, നേരത്തെ കടലുണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെറിയ വഴക്കലുണ്ട്. നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് കൂടി മുകളിൽ കയറാം. അവിടുന്ന് നമ്മൾ അവിടുന്ന് വന്നത്. നമുക്ക് പായൽ ഇതാണ് നമ്മൾ പറയുന്ന സീവീഡ്സ്. ഇതാണ് നിലത്ത് കിടക്കുന്ന പച്ച കളർ സാധനം.
അപ്പോൾ നമ്മളിതിപ്പോൾ അടുത്ത ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇന്നലെ ഇന്നലെ നമ്മൾ എവിടെ പോയി, റോബിൻ ഹുഡ്സ് ബേയിൽ പോയിട്ട് വന്നു. ഇന്ന് നമ്മൾ യോർക്ക്ഷയർ ഡെയിൽസ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു വെൻസ്ലി ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഒരു ഡയറി കമ്പനി ഉണ്ട്, വെൻസ്ലി ഡെയിൽ ക്രീമറി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കിടിലൻ ചീസും മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ ഷിജി ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഷിജിക്ക് അത് കാണിച്ചു കൊടുക്കാനും കൂടിയായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് യോർക്ക്ഷയർ ഡെയിൽസിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലൂടെയും റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ചെറിയ ചെറിയ പട്ടണങ്ങൾ, കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വെൻസ്ലി ഡെയിൽ ക്രീമറിക്ക് പോവാം. നമ്മളിപ്പോൾ ജസ്റ്റ് വെൻസ്ലി ഡെയിൽ ക്രീമറിയിലെത്തി. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കിയിരുന്നു. ആ സ്റ്റിക്ക് യൂസ് ചെയ്യണേ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എത്ര ചീസ് വേണേലും ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഇനി ഓരോ ചീസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ എഴുതിയിരിക്കുന്നതാണ് സാധനം. നോർമലായിരിക്കും. ഇതാണ് ഒറിജിനൽ. എങ്ങനെയുണ്ട്? സെയിം സാധനം. ഈ വെൻസ്ലി ഡെയിലിൻ്റെ ചീസുകളൊക്കെ സാധാ സൂപ്പർ മാർക്കറ്റിൽ നല്ലോണം കിട്ടും കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനങ്ങളാണ് ഈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള ചീസ്. ഇത് ക്രാൻബെറി, ആപ്രിക്കോട്ട്, അങ്ങനെ പല പല ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള സംഭവങ്ങളും കിട്ടും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്? സാധാ സാധനം തന്നെ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് മേടിക്കണം വിചാരിക്കണം. നോക്കാം നമുക്ക്. എന്താ മേടിച്ചേ? നമ്മൾ കുറച്ച് ചീസും ഒരു കേക്കും മയോണൈസും ഒക്കെ മേടിച്ചു. ഫ്രൂട്ട് കേക്ക്, പിന്നെ പൈനാപ്പിൾ കാണുന്നുണ്ടോ? പൈനാപ്പിൾ ക്ലിയർ ആയില്ല. നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു പിസയും ഒരു കട്ടൻ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചീസിൻ്റെ ടേസ്റ്റാണ്. നല്ല ഹൈ ക്വാളിറ്റി ചീസാണ്. മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചീസിൽ കട്ടിയാണ്. യൂഷ്വലി നമ്മുടെ സാധാ പിസയിലൊക്കെ ടൊമാറ്റോ ആയിരിക്കും എൻ്റെ മുകളിൽ കുറച്ചൊരു പേരിന്. ഇത് ടൊമാറ്റോ പേരിനും ചീസ് എന്താ പറയുക അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി മെല്ലെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം ഇവിടുന്ന് നമ്മൾ കുറച്ച് ചീസും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി മെല്ലെ ഇവിടുന്ന് പുറത്തിറങ്ങണം. അങ്ങനെ വെൻസ്ലി ഡെയിൽ ക്രീമറിയിൽ നിന്നും കുറച്ച് സാധനങ്ങളും മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളിനി മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹോളിഡേൻ്റെ ലാസ്റ്റ് ഡേ. ഞാനൊരു 1.5 ആഴ്ചയായിട്ട് എന്താ പറയുക ചെറിയൊരു ഹോളിഡേയിലായിരുന്നു. അപ്പോൾ നമ്മൾ വെയിൽസ് പോയി. അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ലണ്ടനിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു, ഓക്സ്ഫോർഡിൽ. അത് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ ഇന്നലെ റോബിൻ ഹുഡ്സ് ബേ കണ്ടു. ഇന്നിപ്പോൾ ഇവിടെ യോർക്ക്ഷയർ ഡെയിൽസിൽ വന്നു. അപ്പോൾ നാളെ മുതൽ ബാക്ക് ടു നമ്മൾ ജോലിക്ക് കയറുകയാണ്. എന്നിട്ട് വീണ്ടും യാത്രകളുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ പോവാം, വണ്ടി കയറിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അതൊക്കെയാണ് ഞങ്ങളെ ഈ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് യാത്ര. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.